മൗത്ത് ഓർഡർ അല്ലെങ്കിൽ ബാഡ് ഓർഡർ, നിങ്ങളുടെ വായനാറ്റം. എന്തുകൊണ്ടാണ് ഈ വായനാറ്റം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? പലർക്കും വായനാറ്റം എന്ന് പറയുന്നത് അവരുടെ ഒരു കോൺഫിഡൻസിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് ഈ പറഞ്ഞതുപോലെ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഈ ബാഡ് ഓർഡർ അല്ലെങ്കിൽ വായനാറ്റം കാരണം സാധിക്കില്ല. വായനാറ്റം എന്ന് പറയുന്നത് ഒറ്റ കാരണം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമല്ല. അതിന് പിന്നിൽ കുറേ കാരണങ്ങളുണ്ട്. ചില കാരണങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ പല്ലുകൾ ചിലപ്പോൾ കേടുണ്ടാവും, നിങ്ങൾ ആ പല്ല് അടയ്ക്കുന്നുണ്ടാവില്ല, നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, വേദന ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ഫുഡ് പാർട്ടിക്കിൾസ് കയറിയിരുന്ന് അവിടെ നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ പല്ല് ക്ലീൻ ചെയ്യുന്നുണ്ടാവില്ല, അപ്പോൾ ഈ പ്ലാക്കും കാൽക്കുലസ് ഒക്കെ അടിഞ്ഞിട്ട് അത് കാരണം നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാവും. നിങ്ങൾ മോണരോഗം ഉണ്ട്, നിങ്ങൾ മോണരോഗത്തിന് ചികിത്സ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് അതുപോലെ നിങ്ങളുടെ ലാസ്റ്റ് പല്ലുകൾ വന്നിട്ടില്ല, അവ വിസ്റ്റൺ ടൂത്ത് എന്ന് പറയും, അത് വരാതെ അവിടെ ഇൻഫെക്ഷൻ ആയിട്ട് ഇരുന്ന് അപ്പോൾ അവിടെ പഴുപ്പ് വരും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, നിങ്ങളുടെ ബ്ലഡ് ഷുഗർ ലെവൽസിൽ നിന്ന് കൺട്രോൾഡ് അല്ല, നിങ്ങളൊരു ഡയബറ്റിക് കീറ്റോസിഡോസിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് ലിവർ ഡിസീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാവും. നിങ്ങൾക്ക് റെസ്പിറേറ്ററി ഡിസീസ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ ഹാബിറ്റ്സ്, സ്മോക്കിംഗ് കാര്യങ്ങളൊക്കെ കാരണം നിങ്ങൾക്ക് വായനാറ്റം ഉണ്ടാവും. ഇങ്ങനെ ഒരു പല കാരണങ്ങൾ കൊണ്ട് വായനാറ്റം ഉണ്ടാവും. വായനാറ്റത്തിന് വേണ്ടി ഇങ്ങനെ ഉള്ള കുറെ സ്പ്രേസ് ഒക്കെ ഉപയോഗിക്കാതെ നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ എന്താണ് പ്രോബ്ലം എന്നുള്ള കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനുള്ള ചികിത്സ എടുത്താൽ നിങ്ങളുടെ വായനാറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും.